ഫ്ലവേഴ്സ് ചാനലിൽ ഇതിനോടകം നിരവധി പ്രോഗ്രാമുകൾ സംപ്രേഷണം ചെയ്തിട്ടുണ്ട്. അതിൽ വലിയ രീതിയിൽ ഹിറ്റായ കുറച്ച് ഷോകൾ മാത്രമേ ഉള്ളൂ. അക്കൂട്ടത്തിൽ ഒന്നാണ് സ്റ്റാർ മാജിക് എന്ന പരിപാടി. തുടക്കത്തിൽ ടമാർ പടാർ എന്ന പേരിലായിരുന്നു ഈ ഷോ സംപ്രേഷണം ചെയ്തത്. പിന്നീട് ഷോ ഹിറ്റായപ്പോൾ സ്റ്റാർ മാജിക് എന്ന പേരിൽ നവീകരിച്ചു. ഷോ അവസാനിച്ചിട്ട് മാസങ്ങൾ ഏറെയായെങ്കിലും ഇന്നും യൂട്യൂബിലും മറ്റുമായി പ്രേക്ഷകർ സ്റ്റാർ മാജിക് എപ്പിസോഡുകൾ റീവാച്ച് ചെയ്യുന്നുമുണ്ട്. ഷോയിൽ പങ്കെടുക്കുന്നവർ എല്ലാം ഒന്നാണെന്ന് മികച്ചത് തന്നെയാണ്. സ്റ്റാർ മാജിക്കിന്റെ ഭാഗമായ ശേഷം ആരാധകരെ സമ്പാദിച്ചതും തലവരം മാറ്റിയതുമായ നിരവധി താരങ്ങളുണ്ട്. ഇതിൽ മിമിക്രി താരങ്ങളും സിനിമാ നടന്മാരും സീരിയൽ താരങ്ങളും വരെ ഉൾപ്പെടും. അക്കൂട്ടത്തിലുള്ള തങ്കച്ചൻ വിതുരയും ആരാധകർ ഏറെയാണ്. മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് സുപരിചിതനായ മിമിക്രി താരനും നടനുമാണ് തങ്കച്ചൻ വിതുര. പ്രേക്ഷകർ ഏറെ സ്നേഹത്തോടെ തങ്കു എന്നാണ് താരത്തെ വിളിക്കുന്നത്. ഫ്ലവേഴ്സ് സ്റ്റാർ മാജിക്കിലെ തങ്കുവിന്റെ ഓരോ പ്രകടനത്തിനും ചിരി സൃഷ്ടിക്കുകയായിരുന്നു. ചില സിനിമകളും ടിവി പ്രോഗ്രാമിലും തിളങ്ങിയിട്ടുള്ള തങ്കച്ചൻ സ്റ്റാർ മാജിക് ഷോ അവസാനിച്ച ശേഷം വളരെ വിരളമായിട്ട് മാത്രമാണ് ലൈംലൈറ്റിൽ പ്രത്യക്ഷപ്പെടാറുള്ളൂ. ഇപ്പോഴിതാ തങ്കച്ചന്റെ പുതിയൊരു വീഡിയോ ആണ് വൈറലാകുന്നതും ചർച്ചയാകുന്നതും. ഫ്ലവേഴ്സ് ചാനലിന്റെ ഓഫീസിൽ സെക്യൂരിറ്റി ജീവനക്കാരായി ജോലി ചെയ്യുകയാണ് തങ്കച്ചൻ എന്നതാണ് വീഡിയോയിൽ നിന്നും മനസ്സിലാക്കുന്നത്. എനിക്ക് ഫ്ലവേഴ്സിൽ സെക്യൂരിറ്റി ജോലി കിട്ടി എന്ന് പറഞ്ഞുകൊണ്ടാണ് തങ്കച്ചന്റെ വീഡിയോ ആരംഭിക്കുന്നതും. ഇനി മുതൽ ഞാൻ ഫ്ലവേഴ്സിന്റെ സെക്യൂരിറ്റി ജീവനക്കാരനാണ് എന്നും തങ്കച്ചൻ പറയുന്നതും കോളുകൾ അറ്റൻഡ് ചെയ്യുന്നതും കാര്യങ്ങൾ കൃത്യമായി നോക്കി നിർവഹിക്കുന്നതുമെല്ലാം വീഡിയോയിൽ കാണാം. വീഡിയോ അവസാനിക്കുമ്പോൾ തങ്കച്ചൻ പതിവ് ശൈലിയിൽ ഒരു മനോഹരമായ പാട്ടും ആലപിക്കുന്നുണ്ട്. തങ്കച്ചൻ വിതര ഡ്യൂട്ടിക്ക് ഹാജരായിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ പ്രതീക്ഷിച്ചതുപോലല്ല. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ന് ഞാൻ ഇന്റർസെറ്റ് മീഡിയ സിറ്റിയുടെ ഫ്ലവേഴ്സ് ടിവിയുടെയും 24 ന്യൂസിനും ഉള്ള വാംവാതിലിന് മുന്നിൽ ഒരു വ്യത്യസ്തമായ വേഷം ധരിച്ചാണ് നിൽക്കുന്നത്. നിങ്ങൾക്ക് എന്നെ സാധാരണമായി സ്റ്റുഡിയോയിൽ പ്രകാശഭരിതമായ ലൈറ്റുകൾക്ക് കീഴിലും സിനിമാ സെറ്റിലുമാണ് കണ്ടിട്ടുള്ളത്. എന്നാൽ ഇന്ന് ഈ നീല യൂണിഫോമിൽ ഒരു സെക്യൂരിറ്റി എന്ന നിലയിൽ ഞാൻ പുതിയൊരു പാത സ്വീകരിച്ചിരിക്കുന്നു. എൻ്റെ യാത്രയിൽ എന്നെ പിന്തുണച്ച ഓരോരുത്തരുടെയും ഞാൻ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഗൗരവമുള്ള സത്യമുണ്ട്. യൂണിഫോം നമ്മുടെ ശരീരത്തെ മാത്രം മൂടും, ഉള്ളിലെ ആത്മാവിനെ ഒരിക്കലും മറക്കില്ല. പുറത്തേക്ക് ഞാനൊരു സെക്യൂരിറ്റി ഗാർഡിനെ പോലെ തോന്നിയാലും ഈ നീല ഷർട്ടുകളിൽ നിങ്ങൾക്ക് പ്രിയപ്പെട്ട ഗാനങ്ങൾ പാടി അതേ ഗായകനുണ്ട്. നിങ്ങളുടെ ഹൃദയത്തിൽ ആഴമുള്ള വികാരത്തിൽ പകർന്ന കവി. വർഷങ്ങളായി നിങ്ങൾ കൈയടിച്ച പിന്തുണയും അതേ നായകനുണ്ട്. ഓരോ ജോലിക്കും അതിൻ്റെതായ മഹത്വമുണ്ട്. ഓരോ വേഷവും ഒരു പ്രകടനമാണ്.